ഫാൻ സ്റ്റോക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ സൂപ്പർ താരങ്ങൾ ഇപ്പോൾ ഒരു ടൈറ്റിൽ റോൾ ചെയ്തുകൊണ്ട് നമുക്കൊന്നുമില്ല, നമുക്ക് പ്രത്യേകത ഒന്നുമില്ല. അവര് പൊതുവെ അങ്ങനത്തെ റോളുകളാണ് ചെയ്യാറ്. രജനീകാന്ത് മുതൽ ഇങ്ങോട്ടെടുത്തോ അങ്ങേയറ്റത്ത് നിവിൻ പോളി വരെ ചെയ്താലും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് നടന്മാര്, അവർ ചെയ്ത ചിലപ്പോൾ നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട് ഒരാള്. അങ്ങനെ ഞെട്ടിച്ചിട്ടുണ്ട് ഒരാള്. അതാരാന്നറിയാം? പിന്നെ ആലമൂടൻ. കാസർഗോഡ് കാറുമ്പോൾ ഞാൻ ആ പടത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് അതിൻ്റെ എൻ്റെ ഇദ്ദേഹം വന്ന് ഇറങ്ങുന്ന ഒരു രംഗമുണ്ട്, കിടുങ്ങി പോയി. പിന്നെ അടുത്ത അനൗൺസ്മെൻ്റാണ് അത്, കാസർഗോഡ് കാതർബായി എന്ന സിനിമ വരുന്നു, അതിൽ ഈ ഇദ്ദേഹമാണ് ടൈറ്റിൽ റോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാത്തിരിക്കുകയാണ്, കാരണം അത് നിർബന്ധമായി കണ്ടിരിക്കണം. നമ്മൾ ആ ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് ആ പടം കാണാൻ പോകുന്നത്. ഭയങ്കര അവസാനം ഒരു സീൻ ഇപ്പൊ പറഞ്ഞില്ലേ, വന്നിറങ്ങുമ്പോ ഒരു മിമിക്സ് പരേഡ് രീതിയിൽ ഇങ്ങനെ വിഷയം കണ്ടുകൊണ്ട് വെടിക്കണം, ഇയാള് അതിനനുസരിച്ച് കിടന്ന് ചലിക്കുന്നുണ്ട്. ഭയങ്കര രസമായിട്ട് ചലിക്കല്. ആള് പൊതുവെ ഒരു പ്രത്യേക താളത്തിലാണ് നടക്കുക. അതെ, അദ്ദേഹത്തിന്റെ ആ നടത്തം സിനിമയിൽ മിക്കവാറും സിനിമയില് അദ്ദേഹത്തിന്റെ നടത്തം കണ്ടാൽ തന്നെ അദ്ദേഹത്തിന്റെ എൻട്രി തന്നെ അവിടുന്ന് തൊട്ട് തുടങ്ങും. നമുക്ക് ഒരു ചിരിയോട് കൂടി അദ്ദേഹത്തിന്റെ അഭിനയം കണ്ടിരുന്നിട്ടുള്ളൂ. ഹാസ്യം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും നടത്തത്തില്. അതെ, എല്ലാ സിനിമകളിലും അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് നമ്മളെ ചിരിപ്പിക്കുക എന്നുള്ള ദൗത്യമായിട്ടെടുത്തിട്ടാണ് അദ്ദേഹം സ്ക്രീനിൽ വരുന്നത്. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇല്ലേ? തുടക്കം ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിക്കാരനാണ് അദ്ദേഹം. പേരറിയാം അദ്ദേഹത്തിന്റെ, ഡൊമിനിക് എന്നാണ്. ഡൊമിനിക് എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ. ആലമൂട് എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, ചങ്ങനാശ്ശേരി താലൂക്കില് ആണ്. ചങ്ങനാശ്ശേരി താലൂക്കില് ആലമൂട്, ആ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജനനം. സ്ഥലത്തിന്റെ പേര് അദ്ദേഹത്തിന് ആലമൂട് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പൊ ഡൊമിനിക് എന്നുള്ള പേര് പറഞ്ഞാൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ ആരല്ല. കേരളത്തില് അദ്ദേഹത്തെ ആ ഒരു കലാകാരനെ അറിയുന്നത് ആലമൂടൻ എന്നാണ്. ആലുമൂടൻ. അപ്പൊ കേരളത്തിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ആലുമൂടൻ എന്നാണ്. അദ്ദേഹത്തിനോടുള്ളൊരു ആദരസൂചകമായിട്ട് റോഡിന് പിന്നെ ആ പേരിട്ടുണ്ട്. ആലുമൂട് റോഡാണ് അത്. അതെവിടെ വെച്ചാല് അവിടെ തന്നെ ചങ്ങനാശ്ശേരിയിലെ ഈ കുരിശുമൂട് ചെത്തിപ്പുഴ കടവ് റോഡുണ്ടല്ലോ, അതിപ്പോ ഇദ്ദേഹത്തിന്റെ പേരിലാണ്. 2009 തൊട്ട് ഇദ്ദേഹം ആലുമൂട്ടിൽ ജോസഫ് റോസമ്മ ദമ്പതികളുടെ മകനാണ്. അപ്പൊ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം വളരെ കുറവാണ്. 5ാം ഫോറം വരെ പഠിച്ചിട്ടുള്ളൂ. അന്നത്തെ 5ാം ഫോറം വരെ പഠിച്ചു. പട്ടിണി ദാരിദ്ര്യമൊക്കെ അതാണല്ലോ ഏറ്റവും വലിയ. പിന്നെ ഇദ്ദേഹം ചെറുപ്പം മുതലേ അഭിനയിക്കാനുള്ള താല്പര്യമൊക്കെ കാണിച്ചിട്ടുണ്ടാവണം. ചങ്ങനാശ്ശേരി ഗീത, KPSC എന്നീ നാടക ട്രൂപ്പുകളിൽ അദ്ദേഹം ഒരു നടനായിരുന്നു. പിന്നീട് അദ്ദേഹം 1966 ഉദയയുടെ പ്രേം നസീർ ചിത്രം അനാർക്കലിയിൽ ഒരു ചെറിയൊരു വേഷം ചെയ്തിട്ട് വരികയാണ്. അതിന് ശേഷം അങ്ങോട്ട് മലയാള സിനിമ പിടിച്ചടക്കിയെന്ന് പറയാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിനായിട്ടുള്ള സ്വന്തമായിട്ട് ശൈലി ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ അന്ന് അടൂർ ബാസി, SP പിള്ള, ബഹദൂർ ഇവരൊക്കെ സ്ഥിരം തമാശക്കാരുള്ള ആള് കയറി വന്നത്. എന്നിട്ട് ആളുടേതായ ഒരു രീതിയോടെ മുന്നോട്ട് പോയി. ആ ഒരു ശൈലി അനുകരിക്കാതെ സ്വന്തമായിട്ടൊരു ശൈലി ഉണ്ടാക്കിയിട്ട് അദ്ദേഹം കയറി വന്നു. അദ്ദേഹത്തെ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലി പെട്ടെന്ന് ആൾക്കാർക്ക് ഇഷ്ടമായി. കാരണം മറ്റവർ അവിടെ ഉണ്ട്, അവരവരുടേതായ ശൈലിയിലൂടെ പോകുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഒരു പുതിയ ശൈലി വന്നപ്പോൾ മലയാള സിനിമ പ്രേക്ഷകരെ സ്വീകരിച്ച് അങ്ങനെ കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ട് 100-ലേറെ സിനിമകളിലെന്നാണ് പറയുന്നത്. പക്ഷെ 100 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടാവണം അദ്ദേഹം. പിന്നെ അന്നത്തെ എല്ലാ താരങ്ങളുടെയും കൂടെ സത്യൻ, നസീർ, ജയൻ, മധു, സോമൻ, സുകുമാരൻ, കമൽഹാസൻ, ഇങ്ങേറ്റത്ത് മമ്മൂട്ടി, മോഹൻലാൽ വരെയുള്ള നടന്മാരുടെ കൂടെ, മോഹൻലാൽ വരെയുള്ള സൂപ്പർ താരങ്ങളുടെ കൂടെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്.
മോഹൻലാലിൻ്റെ 1992 1992 അദ്ദേഹം മരിക്കുന്നത്. ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് മകനുണ്ട്, മകൻ്റെ പേര് ബോബൻ ആലുമ. അദ്ദേഹം സിനിമയിലുണ്ട്, പിന്നെ സീരിയലിലൊക്കെ അഭിനയിക്കുന്നത് നടന്നാണ്. സന്തോഷമാണ് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാൻ അല്ലേ. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു നാടകമായിരുന്നു, ചങ്ങനാശ്ശേരി അനശ്വര എന്നുള്ളൊരു നാടക ട്രൂപ്പ് അദ്ദേഹം സ്വന്തമായിട്ട് നടത്തിയിരുന്നു. അത് കോമഡി നാടകങ്ങളാണെന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആരടാ വലിയവൻ അതാണ് ഒരു നാടകത്തിൻ്റെ പേര്. പിന്നത്തെ നാടകത്തിൻ്റെ പേര് ഞാനാടാ പാറായി എന്നാണ്. പിന്നെ മൂട്ട, ഇങ്ങനത്തെ ഓരോ പേരുകളാണ്. അപ്പോൾ സാധ്യത ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള നാടകങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്. അതിലൊരു 7 രാത്രികളൊക്കെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ്. 7 രാത്രികൾ അതിലാണ് അദ്ദേഹം ഒരു ദുഷ്ടകഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നത്. 7 രാത്രികൾ ഇത്തരക്കാര് പെട്ടെന്ന് വില്ലന്മാരായ ആൾക്കാർ സ്വീകരിക്കില്ല. അതൊരു കുഴപ്പമുണ്ട്. അല്ല, നമ്മൾ കണ്ടിട്ടില്ലാത്ത കാരണം എന്തായിരുന്നു പ്രകടനം എന്ന് നമുക്കറിയില്ല. കണ്ടവരുണ്ടെങ്കിൽ പറയട്ടെ അല്ലേ. ഇപ്പൊ ഒരു അഭിപ്രായം പറയാം. പിന്നെ ഇദ്ദേഹം 7 രാത്രികൾ എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂട്ടുകുടുംബം, നദി, ഓളവും തീരവും, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, ഉദയനന്റെ മകൻ, കര കാണാ കടല്, പിന്നെ ഇത്തിക്കരപ്പക്കി, പടയോട്ടത്തിലൊക്കെ ഉണ്ട് അദ്ദേഹം. കാസർഗോഡ് ബായി, അത് എടുത്തു പറയണ്ട ടൈറ്റിലുകൾ. അങ്ങനെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു ശൈലിയിലായിരുന്ന ആ നടനെ നമ്മൾ ഓർക്കുന്നു. ഫാൻസ് ടോക്കിന് അദ്ദേഹത്തെ ഓർക്കാൻ വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ എപ്പിസോഡ് ചെയ്തത് തന്നെ. ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.